ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മിന്ത്രയിൽ നിന്നുള്ള കോഡ് സെറ്റുകളാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ഇന്നിട്ടിരിക്കുന്ന ഈ ഒരു കോട്ടൺ ഡ്രസ്സും മിന്ത്രയിൽ നിന്നാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇന്നത്തെ ഫസ്റ്റ് കോഡ് സെറ്റ് വരുന്നത് സ്റ്റൈലം എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. ടോപ്പ് ആൻഡ് പാൻ്റ് ആട്ടോ. കോട്ടൺ മെറ്റീരിയലാണ്, ഫ്ലോറൽ ഡിസൈൻ ആട്ടോ. പിന്നെ ഇത് സെൽഫ് ഡിസൈൻ വരുന്ന ഒരു മെറ്റീരിയലാണ്. ഇതിൽ ഓൾറെഡി ത്രെഡ് ഡിസൈൻ വരുന്നുണ്ട് ലൈൻസ് ആയിട്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം. സ്ലീവ്ലെസ് ആണ്, എക്സ്ട്രാ സ്ലീവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇവിടെ ഒരു പടി വെച്ചിട്ടുണ്ട്. ഇവിടെ പ്ലീറ്റ്സ് ആട്ടോ. ഫ്രണ്ടിലും ബാക്കിലും അങ്ങനെയാണ് വരുന്നത്. ഇത് ഷോ ബട്ടൺസ് ആണ്, വീനെക്കാണ് വരുന്നത്. ഞാൻ കാണിക്കുന്ന എല്ലാ ഔട്ട്ഫിറ്റും സൈഡിലിട്ട് കാണിക്കുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ഫീറ്റ് ആട്ടോ. അപ്പോൾ ലെങ്ത്തിൻ്റെ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. ഞാൻ അത് മേടിച്ച മീഡിയം സൈസാണ്, എനിക്ക് കറക്റ്റ് ആട്ടോ. ഇതാണ് പാൻസ്. ബാക്കിലാണ് എലാസ്റ്റിക് വരുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ കോട്ടൺ ബ്ലെൻഡ് ആട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട്. പിന്നെ ഇത് ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. ഇതിലും ലൈൻസിൻ്റെ ഡിസൈൻ ഉണ്ട്. ഇങ്ങനെ സിൽവർ ത്രെഡൊക്കെ ഉണ്ട്. ഇതിന് ലൈനിങ് ഒന്നും വരുന്നില്ല കേട്ടോ. വൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ന്യൂഡ് കളർ ഇന്നവേഴ്സ് ആട്ടോ സ്യൂട്ട് ആവുന്നത്. ഈ ഒരു ലിങ്കിൽ വേറെ പല ഡിസൈനിലുള്ള ടോപ്സ് വരുന്നുണ്ട്. അപ്പം ഞാനത് പർച്ചേസ് ചെയ്തത് 778 റുപ്പീസിനാണ്. അടുത്തത് ഒരു ടോപ്പ് ആൻഡ് സ്കേർട്ടിൻ്റെ സെറ്റാണ്. അനോക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. ജോമെട്രിക് പ്രിൻ്റ് ആണ് വരുന്നത്. ടോപ്പും സ്കേർട്ടും ഒരേ പ്രിൻറ്റിലാട്ടോ. റൗണ്ട് നെക്ക് ആണ്. ആൻഡ് ഇവിടെ ആണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും പോംപോം ബോൾസ് വരുന്നുണ്ട്. സ്ലീവ്ലെസ് ആണ്, എക്സ്ട്രാ സ്ലീവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ലൈനിങ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ സിബ് ഉണ്ട്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. ഞാൻ മേടിച്ച മീഡിയം സൈസാണ്, എനിക്ക് കറക്റ്റ് ആട്ടോ. ഇതാണ് സ്കേർട്ട്, സെയിം പ്രിൻറ്റിലാണ്. ഈ ഒരു സൈഡിൽ സിബ് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ പോക്കറ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു സ്കേർട്ടിന് വേസ്റ്റിൽ എലാസ്റ്റിക് ഇല്ല കേട്ടോ. ഇത്ര ലെങ്ത് ഉണ്ട്. ഏറ്റവും അടിയിൽ ഫ്രണ്ടിലും ബാക്കിലും പോംപോം ബോൾസ് ഉണ്ട്. ആൻഡ് ഈ ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ സ്ലിറ്റ് ഉണ്ട് കേട്ടോ. ലൈനിങ് ഒന്നും വരുന്നില്ല. നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 999 റുപ്പീസിനാണ്. അടുത്ത ഒരു ട്യൂണിക് ആൻഡ് ട്രൗസേഴ്സ് ആണ്. കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. ഇതും ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഇതിലും ത്രെഡ് ഡിസൈൻ ഉണ്ട്. രണ്ട് സൈഡിലും വള്ളിയുണ്ട്, നമുക്ക് ബാക്കിൽ ടൈ ചെയ്ത് വെക്കാം. സ്ലീവ്ലെസ് ആണ്, എക്സ്ട്രാ സ്ലീവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ലൈനിങ് ഒന്നും ഇല്ല കേട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. സെയിം ഡിസൈനിലാണ് പാൻസ് വരുന്നത്. ബാക്കിലാണ് എലാസ്റ്റിക്. ഞാനത് മേടിച്ച മീഡിയം സൈസാണ്, എനിക്ക് കറക്റ്റ് ആട്ടോ. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് 999 റുപ്പീസിനാണ്. അടുത്ത ഒരു ടോപ്പ് ആൻഡ് പലാസോ ആണ്. വീനെക്കാണ്, ഓപ്പണബിൾ ആയിട്ടുള്ള ബട്ടൺസ് ആട്ടോ. പിന്നെ ഇവിടെ ആണെങ്കിൽ ലേസ് കൊണ്ട് ഡിസൈൻസ് വരുന്നുണ്ട്. ബാക്കിലുണ്ട്. പിന്നെ ഇതാണെങ്കിൽ ഞാൻ മെറ്റീരിയൽ ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ട്രാൻസ്പെറൻ്റ് ആട്ടോ. പിന്നെ ബ്ലാക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇതിൻ്റെ ഇവിടെ ബെല്ലി പോർഷൻ ചെറുതായിട്ട് വിസിബിൾ ആവുമേ. ഇതാണ് പാൻസ്. ബാക്കിലാണ് എലാസ്റ്റിക് വരുന്നത്. പിന്നെ രണ്ട് സൈഡിലും പോക്കറ്റ്സ് ഉണ്ട്. ഏറ്റവും അടിയിലേക്ക് നന്നായി വിടുത്ത് കൂടി വരുന്നുണ്ട് കേട്ടോ. ആൻഡ് അടിയിലാണെങ്കിൽ ലേസ് കൊണ്ടുള്ള ഡിസൈൻസ് ഉണ്ട്. സെയിം മെറ്റീരിയലാണ്. ലൈനിങ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ മേടിച്ച മീഡിയം സൈസാണ്, എനിക്ക് കറക്റ്റ് ആട്ടോ. ഞാനത് പർച്ചേസ് ചെയ്തത് 940 റുപ്പീസിനാണ്. അടുത്ത് അനോക്കിൻ്റെ ടോപ്പ് ആൻഡ് സ്കേർട്ട് ആട്ടോ. ഇതാണ് ടോപ്പ്. സ്ലീവ്ലെസ് ആണ്, എക്സ്ട്രാ സ്ലീവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ലൈനിങ് ഇല്ല കേട്ടോ. ആൻഡ് കോട്ടൺ മെറ്റീരിയലാണ്. ടോപ്പ് പ്ലെയിൻ ആണ്. ആൻഡ് സ്കേർട്ട് പ്രിൻറ്റഡ് ആണ്. ബാക്കിലാണെങ്കിൽ ഹൂപ്പ് ആൻഡ് ബട്ടൺസ് ഉണ്ട്. ഈ ഒരു ടോപ്പ് ആണെങ്കിൽ നമുക്ക് ഇൻസൈഡ് ആക്കിയിട്ടും വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാവേ. ഞാൻ മേടിച്ച മീഡിയം സൈസാണ്, എനിക്ക് കറക്റ്റ് ആട്ടോ. ഇതാണ് സ്കേർട്ട്. മൊത്തം ഇങ്ങനെ പ്രിൻറ്റഡ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഡ് സെറ്റ് ആട്ടോ. പിന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ സ്ലിറ്റ് വരുന്നുണ്ട് താഴെ.
റൈറ്റ് സൈഡിലാണെങ്കിൽ പോക്കറ്റ് ഉണ്ട്. ബാക്കിലും പിന്നെ ഫ്രണ്ടിൽ ഇവിടെ വരെ എലാസ്റ്റിക് ഉണ്ട്. ഇത്രയും ഭാഗത്ത് എലാസ്റ്റിക് ഇല്ല. അപ്പോൾ ഈ ഒരു കോഡ് സെറ്റ് ഞാൻ പർച്ചേസ് ചെയ്ത് 1309 റുപ്പീസിനാണ്. അടുത്ത സാങ്ക്രിയൻ്റെ ഈ ഒരു കോഡ് സെറ്റാണ്. ടോപ്പ് ആൻഡ് പാൻ്റ് ആട്ടോ. കുറച്ച് ട്രാൻസ്പെറൻ്റ് ആട്ടോ. ഷെയ്ഡാണെങ്കിൽ കുറച്ചൊരു ഫെയ്ഡഡ് ആയിട്ടുള്ള കളറാണ്. ഓപ്പണബിൾ ആയിട്ടുള്ള ബട്ടൺസ് ആണ്. ഇവിടെ എംബ്രോയ്ഡറി വരുന്നുണ്ട് ഫ്രണ്ടിൽ. ബാക്കിൽ പ്ലെയിൻ ആണ്. പാൻ്റ് ആണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട്. ഇത് ഫ്രണ്ടിൽ എലാസ്റ്റിക് വരുന്നുണ്ട്. ഇട്ട് കഴിയുമ്പോൾ അത്ര വൃത്തിയിൽ നിൽക്കുന്നില്ല കേട്ടോ ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗമൊക്കെ. ഇതെന്ന് വെച്ചാൽ നമ്മൾ സാധാ കുർത്തേൻ്റെ ഒക്കെ കൂടെ കിട്ടുന്ന പാൻറ്റില്ലേ, ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്ന അങ്ങനത്തെ ടൈപ്പ് ഒരു പാൻറ്റ് പോലെ കേട്ടോ. അത് കോഡ് സെറ്റിൻ്റെ കൂടെ ഇടുമ്പം ഇത് അത്ര വൃത്തിയില്ല. ഫ്രണ്ടിൽ എലാസ്റ്റിക് ഇല്ലായിരുന്നെങ്കിൽ കുറച്ച് ഭംഗിയുണ്ടായേനെ. സെയിം മെറ്റീരിയലാണ്. ലൈനിങ് ഒന്നും വരുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 759 റുപ്പീസിനാണ്. പിന്നെ ഈ ഒരു ലിങ്കിൽ വേറെ കുറേ കളർ ഓപ്ഷൻസ് ഉണ്ട്. നേരിട്ട് കാണുമ്പോൾ ഈ ഒരു മെറ്റീരിയൽ പിക്ചർ കാണുന്ന അത്ര ഒരു ഭംഗിയില്ല. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. കുറച്ചൊരു ഫെയ്ഡഡ് ആയിട്ടുള്ള ഈ ഒരു മെറ്റീരിയൽ അങ്ങനെയാണ്. അപ്പോൾ ഷെയ്ഡ് കുറച്ചൊരു ഫെയ്ഡഡ് ആയ പോലെയാണ്. അടുത്ത അനോക്കിൻ്റെ ട്യൂണിക് ആൻഡ് പാൻറ് സെറ്റാണ്. കോട്ടൺ മെറ്റീരിയലാണ്. ടോപ്പും പാൻറ്റും സെയിം പ്രിൻറ്റിലാണ്. പിന്നെ ഇതും നേരത്തെ കാണിച്ച മോഡൽ മെറ്റീരിയലാണ്. സെൽഫ് ഡിസൈൻ വരുന്നുണ്ട്. ത്രെഡ്സിൻ്റെ കുറേ ലൈൻസ് വരുന്നുണ്ട് ഈ ഒരു മെറ്റീരിയൽ. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. സ്ലീവ്ലെസ് ആണ്. എക്സ്ട്രാ സ്ലീവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. കോളറുണ്ട്. ഇതാണെങ്കിൽ ഇവിടെ ഒറ്റൊരു ബട്ടൺസ് ഉള്ള, ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടാട്ടോ, ഒരു റാപ്പ് ചെയ്യുന്ന മോഡലാണ്. ഇവിടെ ഒറ്റൊരു ബട്ടൺസ് ഉള്ളൂ. ആൻഡ് ഇവിടെ ആണെങ്കിൽ ബെൽറ്റ് ഉണ്ട്. നമുക്ക് ഫ്രണ്ടിൽ ടൈ ചെയ്ത് വെക്കാം. ഇത്രയും ലെങ്ത് ഉണ്ട് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. ഇതാണ് പാൻസ്. ബാക്കിലാണ് എലാസ്റ്റിക് വരുന്നത്. സെയിം മെറ്റീരിയലാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. ഞാനത് മേടിച്ച മീഡിയം സൈസിലാണ്. എനിക്ക് കറക്റ്റ് ആട്ടോ. ഞാനത് പർച്ചേസ് ചെയ്ത് 757 റുപ്പീസിനാണ്. അടുത്ത് അനോക്കിൻ്റെ ടോപ്പ് ആൻഡ് സ്കേർട്ടാട്ടോ. ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. അത് ഹോൾട്ടർ നെക്കാട്ടോ. ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഹുക്കാണ് വരുന്നത്. ബാക്കിൽ ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്തിട്ട് സ്ട്രാപ്സ് ഒന്നുമില്ല കേട്ടോ. ഇതാണെങ്കിൽ ടോപ്പിൻ്റെ സൈസ് എനിക്ക് കുറച്ച് ലൂസാണ്. കാരണം ഇവിടെ ഇങ്ങനെ സ്മോക്ക്ഡ് ആയിട്ടാണ്. ഈ ഒരു ടോപ്പ് ആണെങ്കിൽ ഫിറ്റഡ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം കറക്റ്റ് നിൽക്കത്തില്ല. എനിക്കാണെങ്കിൽ നല്ല ലൂസ്. ഫിറ്റഡ് ആയിട്ട് ഇരുന്നാലേ ബാക്കിൽ കൃത്യം നിൽക്കത്തുള്ളൂ. പക്ഷെ എനിക്ക് ഒരു ബോഡി പോർഷൻ ലൂസാണ്. കാരണം ഇങ്ങോട്ട് സ്ട്രാപ്സ് ഒന്നുമില്ലല്ലോ ഇത് ഹോൾഡ് ചെയ്യാൻ. അപ്പോൾ ഫിറ്റഡ് ആയിട്ട് ഇരുന്നാലേ അത് കറക്റ്റ് നിൽക്കത്തുള്ളൂ. ഇതാണ് സ്കേർട്ട്. സ്കേർട്ട് എനിക്ക് കറക്റ്റ് ആട്ടോ. ഞാൻ മേടിച്ച മീഡിയം സൈസാണ്. ടോപ്പ് എനിക്ക് ലൂസാണ്. സ്കേർട്ട് കറക്റ്റാണ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട്. സെയിം പ്രിൻ്റാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കേർട്ടാട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് പോക്കറ്റ് വരുന്നുണ്ട്. ജോമെട്രിക് പ്രിൻ്റാണ്. ഞാനത് പർച്ചേസ് ചെയ്ത് 638 റുപ്പീസിനാണ്. സോ അതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിനും ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.